പ്രൈസ് ദി ലോർഡ്. കണ്ണു തുറന്നേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പരസ്പരം ഒരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞ് ദൈവം ഇന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് അടുത്ത് നിൽക്കുന്നവരോടൊന്ന് പറഞ്ഞ് ദൈവം ഇന്ന് നമ്മളെ അനുഗ്രഹിക്കും. മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വിരിയുന്നുണ്ട്. ഒന്നും കൂടെ പറഞ്ഞ് ദൈവം ഇന്ന് നമ്മളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം പ്രിയപ്പെട്ടവരെ. സന്തോഷമാണോ? ആണോ? ഈ അടുത്തിരിക്കുന്നവരോടും കൂടെ ചോദിച്ചേ സന്തോഷമാണോ എന്ന്. സന്തോഷമാണ് അല്ലേ? ഹല്ലേലൂയ. വലത്തേരമുയർത്തി ആമേൻ ഹല്ലേലൂയ. സ്വരമുയർത്തി ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ തിരുനാൾ കടന്നു വരികയാണ്. ഏതാണത്? ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ. ശരിക്കും നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുവാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കൃപയാൽ നമ്മൾ നിറയപ്പെടും. ആമേൻ, ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടിയിട്ട് ഒരുങ്ങി. ഞാൻ ഒരുങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുളത്തുവയലിൽ പോയി ഒരു ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥിച്ചൊരുങ്ങി. അങ്ങനെ ഒരു അവസരം കിട്ടി. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് അത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു തീഷ്ണതക്കുറവൊക്കെ എനിക്ക് അന്ന് കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ധ്യാനത്തിന് കൃപ അങ്ങ് കുറഞ്ഞു പോയി. എല്ലാവർക്കും കിട്ടിയതുപോലുള്ള കൃപയുടെ ഒരു അഭിഷേകം എനിക്ക് ഉണ്ടായില്ല. അത് കിട്ടിയില്ല എന്ന് എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എല്ലാവരും സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ധ്യാന സെൻറ്ററിന് മുമ്പിലേക്ക് വന്ന് നിൽക്കാൻ നമ്മുടെ വർക്കിച്ചൻ പറഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേറ്റ് വരാൻ പറ്റിയില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കൃപയും എനിക്കവിടെ കിട്ടിയില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്നു. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോയി നിന്ന് ഓരോ അനുഗ്രഹങ്ങൾ, രോഗശാന്തിയും ഓരോന്നൊക്കെ പങ്കുവെക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വലിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ കിട്ടിയത് എന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഈ ശുശ്രൂഷയിലേക്കൊന്നും കടന്നിട്ടില്ല, ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴാണ് ഈശോ എല്ലാ അനുഗ്രഹങ്ങളും തരുന്നത് എന്നുള്ള ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായി. ഇനി എന്താ ചെയ്യുന്നത്? സമയം കഴിഞ്ഞു പോയി. അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവസാനത്തെ ശുശ്രൂഷയാണ് എന്ത്? ഈ സാക്ഷ്യ ശുശ്രൂഷ. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട്, സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കുളത്തുവയലിലെ നമ്മുടെ ധ്യാന സെൻറ്ററിൻ്റെ ഒരു സൈഡിലുള്ള പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് കരങ്ങൾ വിരിച്ച് പിടിച്ച് ജപമാല ചൊല്ലും. അന്ന് നമുക്ക് 3 രഹസ്യങ്ങളേ ഉള്ളൂ: സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, മഹിമയുടെ. ഈ 3 രഹസ്യങ്ങളും ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കൊന്തയൊക്കെ മുട്ടുകുത്തി നിന്ന് ചൊല്ലിയിട്ടുണ്ട്. ഈ 3 കൊന്തയും ഞാൻ മുട്ടുകുത്തി ആ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ചൊല്ലി. ആമേൻ, ഹല്ലേലൂയ. അതൊരു കൃപയായിരുന്നു. ആ ജപമാല ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പരിശുദ്ധ അമ്മ പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു, സങ്കടപ്പെടണ്ട, സമയം കടന്നു പോയിട്ടില്ല, ഞാൻ ഇനിയും നിന്നെ അനുഗ്രഹിക്കാം. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഞാൻ അവിടെ അങ്ങനെ ഒരു ശക്തമായുള്ളൊരു സന്ദേശം എനിക്ക് കിട്ടിയപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഇനിയുമുണ്ട് 10-20 ദിവസം കൂടെ. എന്തിന്? ഈ ഓഗസ്റ്റ് 15 എന്ന മാതാവിൻ്റെ തിരുനാൾ കടന്നു വരാൻ വേണ്ടിയിട്ട് 10-20 ദിവസം കൂടെ ഉണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങിക്കോളാം, പക്ഷേ എനിക്ക് ശക്തമായൊരു അനുഭവം തരണം, അമ്മ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ശക്തമായൊരു അനുഭവം തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധ്യാനത്തിന് നമ്മൾ നന്നായിട്ട് കുമ്പസാരിക്കും. ഇനിയും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലോ എന്ന് കരുതി ഞാൻ ഈ ഓഗസ്റ്റ് 15 മുൻപ് പോയി ഒന്നും കൂടെ കുമ്പസാരിച്ചു. ഒന്നും കൂടെ എൻ്റെ പാവങ്ങളെല്ലാം ഓർത്ത് അനുദപിച്ച് കുമ്പസാരിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന എനിക്ക് തരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തതയൊന്നുമില്ല. പക്ഷേ ആ നാളുകളിൽ എനിക്ക് ശക്തമായ നടുവിന് വേദന ഉണ്ടായിരുന്നു. പിന്നെ കൂടി വരുന്ന സമയത്തൊക്കെ ബെൽറ്റൊക്കെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എനിക്ക് ആ രോഗശാന്തിയൊക്കെ ആയിരിക്കും തരുന്നത് എന്നൊക്കെ എൻ്റെ മനസ്സിലോർത്ത്. പക്ഷേ രോഗശാന്തിക്ക് വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ, ശക്തമായിട്ടുള്ള കൃപകൾ എനിക്ക് തരണേ, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്നൊക്കെയാണ് പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, അത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. എവിടെ വെച്ച് എപ്പോഴാണ് അനുഗ്രഹമെന്നൊന്നും എനിക്ക് അത്ര കൃത്യതയൊന്നും കിട്ടിയില്ല. പക്ഷേ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ കണ്ട
ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാനം മേഘങ്ങളിൽ മാതാവ് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുവാണ്. പക്ഷേ ആ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു രൂപം വേറെ ഒരിടത്തും ഇന്ന് ഒരു ലോകത്തിൽ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഒരു വ്യത്യസ്തമായ ഒരു രൂപമാണ്. അങ്ങനെ ഇറങ്ങി ആകാശവിധാനത്തിൽ ഇങ്ങനെ അമ്മ ഇറങ്ങി വന്നിട്ട് കിടന്നുറങ്ങുന്ന എൻ്റെ കട്ടിലിൻ്റെ അരികിൽ നിന്നിട്ട് അമ്മ എന്നോട് ചോദിക്കുന്നതായിട്ട് എനിക്കിങ്ങനെ അനുഭവപ്പെടുകയാണ്. ഞാൻ 3 കാര്യങ്ങൾ പുത്രനിൽ നിന്ന് വാങ്ങിത്തരാം, ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ കിടക്കുന്ന ബെഡ്റൂമിൽ തന്നെ തൊട്ടടുത്ത് വേറൊരു സിസ്റ്റർ കിടപ്പുണ്ട്. ആ സിസ്റ്ററിനെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഇനി എന്നതാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് സിമിത്തേരി എന്ന് പറയുന്നത് ലോകം മുഴുവൻ സിമിത്തേരി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആരുമില്ല, ജീവിച്ചിരിക്കുന്നവരായിട്ട് ആരുമില്ല, എല്ലാവരും ഇങ്ങനെ ഒരു സിമിത്തേരിയാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മരിച്ചുപോയ മുഴുവൻ ആത്മാക്കളും സ്വർഗത്തിലേക്ക് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാന്ന് പറഞ്ഞു. അപ്പം മൂന്നാമത് ഇനി എന്നതാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേറെ അടയാളങ്ങൾ, ഞാൻ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള യാതൊരു അടയാളങ്ങളും കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, എനിക്ക് പുത്രന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഒത്തിരി പേരോട് വചനം പ്രസംഗിക്കാനുള്ള അഭിഷേകം തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനു മുൻപ് എനിക്കൊരിക്കലും ഈ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരഭിഷേകമില്ലായിരുന്നു. ആരെങ്കിലും വരങ്ങളും കൃപകളൊക്കെ ഉണ്ട്, പക്ഷേ ആരെങ്കിലും പ്രാർത്ഥനാ സഹായമോ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്കുള്ള ഒരവസരങ്ങളൊക്കെ തന്നാൽ ഞാൻ അതിൽ നിന്ന് എനിക്ക് അതങ്ങ് ചെയ്യാൻ പറ്റാതെ ഞാൻ മാറി അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളയുമായിരുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും ഞാൻ ഒരു വചനവേദിയിൽ കർത്താവിനെ ഏറ്റുപറയാൻ കിട്ടിയിട്ടുള്ള ഒരു വേദിയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു കൃപയെന്നാന്ന് ചോദിച്ചാൽ, ഈ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള മടി എന്ന് പറയുന്നത്, പ്രാർത്ഥിച്ചിട്ട് അവർക്ക് സൗഖ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലേ? നാണക്കേടല്ലേ? അവർ സുഖപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മനുഷ്യസഹജമായ ചിന്തകളൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ എനിക്ക് കിട്ടിയൊരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും പ്രാർത്ഥനാ സഹായം ചോദിച്ചു വരികയോ അല്ലെ സിസ്റ്റർ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പോഴേ ഞാൻ കാണുന്നത് ഈ വ്യക്തിയുടെ അടുത്ത് മാതാവ് വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരാളെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പം അവിടെ ഞാനല്ല പ്രാർത്ഥിക്കുന്നത്, എൻ്റെ അമ്മ തന്നെയാണ്, പരിശുദ്ധ അമ്മ തന്നെയാണ് അവരെ അനുഗ്രഹിച്ച് പുത്രനിൽ നിന്ന് കൃപകൾ വാങ്ങിക്കൊടുക്കുന്നത്. ഞാൻ അവിടെ ഒന്ന് സന്നദ്ധത കാണിച്ചാൽ മാത്രം മതി. പിന്നീട് ഉള്ള ശുശ്രൂഷകളിൽ എപ്പോഴും പരിശുദ്ധ അമ്മ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത്, അമ്മ അവരുടെ അടുത്ത് നിൽക്കുന്നത്, അമ്മ കൂടെ ആയിരിക്കുന്നത് കാണാനിട വരികയും അങ്ങനെ അമ്മയുടെ സാന്നിധ്യം കണ്ടു കഴിയുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന രോഗിയാണെങ്കിൽ അങ്ങനെ അല്ലെ ഏത് പ്രശ്നത്തിലാണോ അവിടെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ സംഭവിക്കുന്നതും അവർ സാക്ഷ്യപ്പെടുത്തുന്നതൊക്കെ കേൾക്കാൻ ഇട വന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പിന്നെ ഏറ്റവും വലിയ കൃപ എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതൽ ജപമാല ചെല്ലാനുള്ള കൃപ കിട്ടി. ആമേൻ. അല്ലെങ്കിൽ 1 ജപമാല, 2 ജപമാല, 3 ജപമാല, അതൊക്കെ ഇങ്ങനെ വളരെ കഷ്ടിച്ചങ്ങ് എത്തിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ ഓഗസ്റ്റ് 15 വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതാ വീണ്ടും കൃപ നഷ്ടപ്പെടുത്തി. ധ്യാനത്തിൻ്റെ സമയത്ത് ഒത്തിരി കൃപ നഷ്ടപ്പെടുത്തി. പക്ഷേ കരുണാമയനായ ദൈവം അതിനുശേഷം കൂടുതൽ ജപമാല എല്ലാവരും കൃപ സ്വീകരിക്കാനായിട്ടും അവസരം തന്ന ഒരനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, വലിയ വലിയ തിരുനാളുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷെ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരുങ്ങാൻ പലപ്പോഴും പറ്റുന്നില്ല. വേണ്ട പോലെ നമ്മൾ ഒരുങ്ങാത്തത് കൊണ്ട് തന്നെ നമുക്ക് ദൈവം തരാൻ പോകുന്ന, സ്വർഗം തരാൻ പോകുന്ന പല കൃപകളും നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റാതെ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇനിയുണ്ട് 2-3 ദിവസങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ. എന്നാ ഓഗസ്റ്റ് 15 അല്ല, ഇന്ന് എത്രയാണ് തീയതി? ഇന്ന് 11 തീയതി. ഇനി 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്. ഈ 3 ദിവസം നമ്മൾ നന്നായിട്ട് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം നമുക്ക് വലിയ കൃപകൾ തരും. ആമേൻ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ അമ്മയെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്, പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രമാത്രം ആദരവൊക്കെ കൊടുക്കുന്നത്? എന്താണ് അതിന് കാരണം? അതിന് കാരണം തന്നെ പരിശുദ്ധ അമ്മയുടെ പിന്നെ ഇതിൽ പറയുന്നുണ്ട്, വചനം ഇപ്രകാരമാണ്,
അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ആമേൻ, ഹല്ലേലൂയ. സ്വർഗവും ഭൂമിയും ഇതുപോലെ നമ്മുടെ അമ്മ, ഈശോയുടെ അമ്മ, ഈശോ നമുക്ക് തന്ന ആ അമ്മയെ, ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ഈശോ നമുക്ക് തന്ന അമ്മയെ സ്നേഹിക്കാനും ആദരിക്കാനും തലമുറകൾ തന്നെ പ്രകീർത്തിക്കപ്പെടാനും ഇടവരുത്തുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധ അമ്മയുടെ ആ താഴ്മയാണ്. വചനം ഒന്ന് പറഞ്ഞേ. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ആമേൻ. അപ്പൊ സ്വർഗം ഒരു വ്യക്തിയെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ഉയർത്തുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം ആ വ്യക്തിയെ ഉയർത്തുന്നത്, തലമുറകൾ തോറും ആ വ്യക്തിയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിന് കാരണമായി തീരുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് എന്താണ്? എളിമ, വിനയം. ആമേൻ, ഹല്ലേലൂയ. ഈ വിനയം എന്ന് പറയുന്നത് എന്താണ്? വിനയം എന്ന് പറഞ്ഞാൽ അത് സത്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. സത്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. വചനം പറയുന്നു, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4:7 ഇങ്ങനൊരു വചനമുണ്ട്. നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ വചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ്? നിനക്ക്, നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള മഹാത്മ്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും മഹാത്മ്യം ഉണ്ടെങ്കിൽ, ഞാൻ നല്ലൊരു അപ്പനാണെങ്കിൽ, നല്ലൊരു അമ്മയാണെങ്കിൽ, നല്ലൊരു സിസ്റ്ററാണെങ്കിൽ, നല്ലൊരു അച്ഛനാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു മഹാത്മ്യം, ഒരു വില നിനക്ക് മറ്റുള്ളവർ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാം ദാനമാണ്. ആമേൻ, ഹല്ലേലൂയ. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണം നമുക്കറിയാം. നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള 4 വിശ്വാസ സത്യങ്ങളാണ് സഭ വിശ്വസിക്കാൻ നമ്മളോട് പറയുന്നത്. ഏതൊക്കെയാണത്? 1, പരിശുദ്ധ അമ്മയുടെ കന്യാത്ത അമലോത്ഭവം, അല്ലേ? അമലോത്ഭവയാണ് എന്നുള്ള വിശ്വാസസത്യം. 2, പരിശുദ്ധ അമ്മയുടെ എന്താണ്? നിത്യ കന്യാത്തം. പിന്നെ 3, ദൈവ മാതാവ്. 4, സ്വർഗാരോപണം. ഈ സ്വർഗാരോപണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് 2 വാക്കുകളുണ്ട്. ഏതൊക്കെയാണ് 2 വാക്ക്? സ്വർഗാരോപണവുമുണ്ട്, സ്വർഗാരോഹണവുമുണ്ട്. ഇതേതാണ് മാതാവിൻ്റേത്? സ്വർഗാരോപണമാണ് മാതാവിൻ്റേത്. ആ വാക്കുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസം എന്താണ്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമാണ്. മാതാവ് എന്ന് പറയുന്ന ആള് സൃഷ്ടിയാണ്, അല്ലേ? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണ്. അപ്പം സ്വർഗാരോപണം എന്നാണ് അതിന് പറയുന്നത്. പക്ഷേ ഈശോയുടെയോ, ഈശോ ദൈവപുത്രനാണ്. ആകയാൽ ഈശോയുടേത് സ്വർഗാരോഹണമാണ്. ഹല്ലേലൂയ. പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമ്മൾ ഓർക്കണം ആ വാക്കുകൾ തമ്മിലുള്ള അർത്ഥം എന്താണ്. 2 വാക്കുണ്ട്, സ്വർഗാരോപണവുമുണ്ട്, സ്വർഗാരോഹണവുമുണ്ട്. സ്വർഗാരോഹണം എന്ന് പറയുന്നത് ദൈവപുത്രൻ്റെ ഉത്ഥാനമാണ്. ഹല്ലേലൂയ. മറ്റേത് പരിശുദ്ധ അമ്മയുടേത് സ്വർഗാരോപണമാണ്. അത് ദൈവത്താൽ കരയേറ്റപ്പെടുകയാണ് ചെയ്തത്. ആമേൻ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9:33-35 നമ്മളിങ്ങനെ വായിക്കുകയാണ്. വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തർക്കിച്ചിരുന്നത്? ഈശോ ചോദിക്കുവാണ്, ശിഷ്യന്മാരോട് ചോദിക്കുവാണ്, വഴിയിൽ വെച്ച് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് തർക്കിച്ചിരുന്നത്? അപ്പോൾ അവരുടനെ മറുപടി പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. മറുപടി പറയാൻ കൊള്ളില്ല, അതുകൊണ്ടാണ് അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. കാരണം അവർ തർക്കിച്ചിരുന്ന എന്തിനെക്കുറിച്ചാണ്? തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചിരുന്നത്. ആരാണ് വലിയവൻ എന്നാണ്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ച് പറഞ്ഞു, ഒന്നാമൻ ആകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വിനയം എന്ന് പറയുന്നത്, എളിമ എന്ന് പറയുന്നത് എന്തിനോടാണ് ഈശോ ഇങ്ങനെ ചേർത്ത് വെക്കുന്നത്? ഒരു ശുശ്രൂഷാ ജീവിതത്തോടാണ്. ആമേൻ. ഹല്ലേലൂയ. കണ്ടോ, പരിശുദ്ധ അമ്മ അതിന് ഏറ്റവും നല്ലൊരു മാതൃകയാണ്. ദൈവത്തിൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞ ഉടനെ ആ രാജകീയമായ സിംഹാസനമൊന്നുമല്ല ആഗ്രഹിച്ചത്. പിന്നെ എന്താണ് അമ്മ ചെയ്തത്? അമ്മയുടെ ഉള്ളിലെ എളിമയും വിനയവും അമ്മ വെളിപ്പെടുത്തിയത് എവിടെയാ? ഇളയമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടാണ്. മണിക്കൂറുകൾ താണ്ടി മൈലുകൾ നടന്ന് ഇളയമ്മയുടെ വീട്ടിൽ പോയി ആ ഇളയമ്മയ്ക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്ത് ഇളയമ്മയുടെ കൂടെ ആയിരുന്ന് ഇളയമ്മയുടെ സങ്കടത്തിലും വേദനയിലും പ്രാർത്ഥനയിലും എല്ലാം പങ്കുചേർന്ന് ഒരു ശുശ്രൂഷകയായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ എളിമയുള്ളവർക്ക്, വിനയമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശുശ്രൂഷകരാകാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്തവരെന്ത് ചെയ്യും? ഇതുണ്ടോ, ശിഷ്യന്മാരെന്തിനെക്കുറിച്ചാണ് തർക്കിച്ചിരുന്നത്? അവർക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളിൽ ആരാണ് വലിയവൻ. ഹല്ലേലൂയ. അപ്പോൾ ഈശോ അവർക്ക് കൊടുക്കുന്ന ഉത്തരം എന്താണ്? 12 പേരെയും വിളിച്ച് ശാന്തമായിട്ട് അടുത്തിരുത്തിയിട്ട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സ്വർഗത്തിലും ഭൂമിയിലും ഒന്നാമനാകണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? നിങ്ങൾ ശുശ്രൂഷകനാകണം. ഹല്ലേലൂയ. ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ അവസാനത്തവനാകുക, ഒന്നാമത്തവനല്ല. ശുശ്രൂഷകൻ എപ്പോഴും അവസാനത്തവനാ. വീട്ടിലെ ശുശ്രൂഷകനാരാ? ഒരു വീട്ടിലെ ശുശ്രൂഷകനാരാ? അമ്മയാ. അമ്മയുടെ ശുശ്രൂഷയിൽ അമ്മ ഒരിക്കലും എന്ത് ചെയ്യല? അമ്മ ഭക്ഷണം കഴിക്കുന്നതോ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതോ അമ്മ വിശ്രമിക്കുന്നതോ ഒക്കെ ആരാ? എപ്പോഴാ? ഏറ്റവും അവസാനമാണ്. എല്ലാവരും ശുശ്രൂഷിച്ച് എല്ലാവരും തൃപ്തിയാക്കി കഴിയുമ്പോൾ, എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ, എല്ലാവരുടെയും കാര്യം സുരക്ഷിതമാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അമ്മ പിന്നെ വിശ്രമിക്കും. അമ്മ പിന്നെ ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും, ഇല്ലെങ്കിലില്ല. അപ്പോൾ ഒരമ്മ മോഡലാണ് ഒരു ശുശ്രൂഷകൻ എന്ന് പറയുമ്പോഴത്തേക്ക്. ഹല്ലേലൂയ. അതൊരു എളിമയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യാക്കോബുസ്ലീഹയുടെ ലേഖനത്തിൽ 4:10 നമ്മളിങ്ങനെ വായിക്കുകയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഈ സ്വർഗാരോപണത്തിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സിസ്റ്റർ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യേക പുണ്യം എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒരുപാട് അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഈ സ്വർഗാരോപണ തിരുനാളിന് മാതാവ് കുറച്ചും കൂടി ഒന്ന് താഴാൻ, കുറച്ചും കൂടി ഒന്ന് എളിമപ്പെടാനായിട്ട് കൃപ തരുവാണെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ ശുശ്രൂഷാ ജീവിതവും ഒക്കെ എന്തായി മാറും? ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയും. ആമേൻ. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാരുടെ ഇടയിലുള്ള ഈ ചോദ്യവും ഈ ചിന്തയും എല്ലാ കുടുംബങ്ങളിലും എല്ലാ ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും ഇല്ലേ? അല്ലേ? ഒരു കുടുംബത്തിലാണെങ്കിൽ ഭർത്താവ് ചിന്തിക്കും, ഞാനാണോ വലുത്, ഭാര്യയാണോ വലുത്? ഭാര്യയാണോ വലുത്, ഭർത്താവാണോ വലുത്? മക്കൾ ചിന്തിക്കും, അപ്പനാണോ വലുത്, ഞാനാണോ വലുത്? ഞാൻ പറയുന്നതാണോ അപ്പം കേൾക്കേണ്ടത്, അപ്പം പറയുന്നത് ഞാനാണോ കേൾക്കേണ്ടത്? ഞാൻ അപ്പനേക്കാളും വലുതായല്ലോ, അല്ലേ? അപ്പം ഈ ഒരു ചിന്ത ഒരു പരിധി വരെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്കൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല, അല്ലെ മാതാപിതാക്കൾക്കോട് മക്കൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഞാനല്ലേ വലുത്, ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി. അപ്പം അങ്ങനെയുള്ള ഈ എളിമയില്ലായ്മയുടെ, വിനയമില്ലായ്മയുടെ ഏതെങ്കിലും ചെറിയ ധ്വനികൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലോ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലോ സമൂഹങ്ങളിലൊക്കെ തല ഉയർത്തുന്നതിൻ്റെ ഫലമാണ് കുടുംബകലഹവും അസ്വസ്ഥതകളുമൊക്കെ. അപ്പോൾ ഇതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് എന്തുണ്ടോ, ഞാനൊരു നല്ല അപ്പനാകാം, ഞാനൊരു നല്ല അമ്മയാകാം, നല്ല മക്കളാകാം, പക്ഷേ എനിക്ക് ഒരു എളിമപ്പെടാനുള്ള ഒരു കൃപ അത് ദൈവത്തോട് നമ്മൾ ചോദിച്ചു വാങ്ങണം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബുസ്ലീഹ പറയുന്നത്, താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ എന്ത് ചെയ്യും? ഉയർത്തും. വചനമാണ്. താഴ്മയുള്ളവരെ ദൈവം എന്ത് ചെയ്യും? ഉയർത്തും. ആമേൻ. ഹല്ലേലൂയ. ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പറഞ്ഞേ, നമുക്ക് കുറച്ചും കൂടെ താഴാം, അങ്ങനെ ദൈവം നമ്മളെ ഉയർത്തട്ടെ എന്ന് പറഞ്ഞ്. വീണ്ടും പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനം ഇങ്ങനെയാണ്, നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഭിന്നത വരില്ല, യോജിപ്പ്, ഐക്യം അതെവിടെയാണ് ഉണ്ടാകുന്നത്? എല്ലാവരും എളിമപ്പെടാനായിട്ട് തയ്യാറാകുന്നിടത്ത് എന്തുണ്ടാവും? ഐക്യം ഉണ്ടാവും, യോജിപ്പുണ്ടാവും. അപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ ഭിന്നതയാണെങ്കിൽ എൻ്റെ കാരണം എന്താ? ഒരു ഐക്യമില്ലെങ്കിൽ എൻ്റെ കാരണം എന്താ? എല്ലാവരും അഹങ്കരിക്കുവാണ്.
ഞാൻ പറയുന്നത് നടക്കണം. അങ്ങനെയുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി നമ്മളിലുള്ളത് കൊണ്ടാണ് പൗലോസ് പറയുന്നുണ്ടോ, നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ, ഔന്നിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. എനിക്കെല്ലാം അറിയാമെന്ന് നിങ്ങൾ നടിക്കരുത്. എനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കരുത്. എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ എന്തുമാത്രം ഉണ്ടല്ലേ, ഉണ്ടോ? എനിക്കറിയത്തില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹയുടെ ഈ വാക്കുകൾ അഭിഷേകമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയണം. എന്താണത്? നിങ്ങൾ അന്യോന്യം യോജിപ്പ്. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങളൊന്ന് കൂപ്പിയിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഭാര്യയെ അംഗീകരിക്കാൻ, എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഭർത്താവിനെ അംഗീകരിക്കാൻ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ച് ഈ യൗസേപ്പിതാവും മാതാവും, കരങ്ങൾ താത്തിട്ടോ, യൗസേപ്പിതാവും മാതാവും രണ്ടുപേരും എളിമയുള്ളവരായിരുന്നതുകൊണ്ട് അവരുടെ ഇടയിൽ എന്തുണ്ടായിരുന്നു? അവരുടെ ഇടയിൽ യോജിപ്പുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം എന്തായിരുന്നു? ദൈവത്തിൻ്റെ ഹിതം നമ്മളിലൂടെ നടക്കണം. ഹല്ലേലൂയ. ഞാൻ പറയുന്നതും വേണ്ട, നീ പറയുന്നതും വേണ്ട. പിന്നെ എന്താ സംഭവിക്കേണ്ടത്? നമ്മളിലൂടെയുള്ള ദൈവത്തിൻ്റെ ഹിതം നടക്കണം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് വീട്ടിൽ ചെന്നിട്ടേ ജീവിത പങ്കാളിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ആ കരം പിടിച്ച് പറയണം, ഇനി ഞാൻ പറയുന്നതും വേണ്ട, നീ പറയുന്നതും വേണ്ട, നമ്മളിലൂടെ എന്ത് സംഭവിക്കട്ടെ? ദൈവത്തിൻ്റെ ഹിതം സംഭവിക്കട്ടെ. ഞാൻ പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ചെയ്യണം. പ്രാർത്ഥിച്ചിട്ട്, തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട്, ഇന്നത്തെ ദിവസം ഞാൻ പറയുന്നതും വേണ്ട, നീ പറയുന്നതും വേണ്ട, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം? ദൈവത്തിൻ്റെ ഹിതം സംഭവിക്കണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. പിന്നെ നമ്മൾ കാണുകയാണ് മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ കാണുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആമേൻ. ആ വചനം എന്ന് പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. വലത്തുകരം ഉയർത്തി പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം എനിക്ക് പരിശുദ്ധമാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധ അമ്മ തലമുറകൾ തോറും പരിശുദ്ധ അമ്മയുടെ നാമം മഹത്വപ്പെടുത്തപ്പെടും, പ്രകീർത്തിക്കപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വചനം പറയുകയാണ്, എന്താണ് മഹത്വപ്പെടുത്തപ്പെടുന്നതിനുള്ള, ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോലെ പരിശുദ്ധ അമ്മ ഇപ്രകാരം ആദരിക്കപ്പെടാൻ, സ്നേഹിക്കപ്പെടാൻ, ബഹുമാനിക്കപ്പെടാൻ, പ്രകീർത്തിക്കപ്പെടാൻ, മഹത്വമുള്ളവളായി നിൽക്കാൻ കാരണം എന്താണ് കാരണം? ഒറ്റ കാരണമാണ് മാതാവ് വിളിച്ചു പറയുന്നത്. ആ കാരണം എന്താണ്? ശക്തനായവൻ. അതാരാ ശക്തനായവൻ? ആരാ? ദൈവം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നമുക്കൊക്കെ അഭിമാനിക്കാനും അഹങ്കരിക്കാനും ഒക്കെ എന്തെങ്കിലും പ്രത്യേകതയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആര് തന്നതാ? അമ്മ പറയുന്ന പോലെ നമ്മളും പറയണം. എന്ത് പറയണം? സമ്പത്തുണ്ടായിരിക്കാം, നല്ല മക്കളുണ്ടായിരിക്കാം, കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കുമായിരിക്കാം, അവരൊരു അഭിമാനമായി തീർന്നിട്ടുണ്ടായിരിക്കാം. എന്താണെങ്കിലും എന്തു പറയണം? അമ്മ പറഞ്ഞതേ നമുക്ക് പറയാനുള്ളൂ. അമ്മ എന്താ പറഞ്ഞത്? ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു വചനം നമ്മുടെ ഉള്ളിൽ അങ്ങ് കയറണം. ഞാൻ ഇന്ന് അഭിമാനിക്കുന്ന, സന്തോഷിക്കുന്ന ഏതൊരു കാര്യവും ശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇതുണ്ടോ? 4 കാര്യങ്ങൾ എന്തൊക്കെയാണ് ദൈവം മറിയത്തിൽ ചെയ്ത ഈ ശക്തമായ വലിയ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സ്വർഗം തന്നെ ചെയ്ത ഈ ശക്തമായ വലിയ അത്ഭുതകരമായ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1, ദൈവപുത്രൻ്റെ അമ്മയായി ദൈവം സ്വർഗം അവളെ തിരഞ്ഞെടുത്തു. ആമേൻ, ഹല്ലേലൂയ. എന്ത് തിരഞ്ഞെടുപ്പാണ് നടന്നത്? സ്വർഗത്തിൽ നിന്നുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി ആരാ തിരഞ്ഞെടുത്തത്? നിങ്ങളുടെ ജീവിത പങ്കാളി ആരാ തിരഞ്ഞെടുത്തത്? മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തത് ആരാന്ന്? ദൈവം, സ്വർഗമാ തിരഞ്ഞെടുത്തത്. യൗസേപ്പിതാവിന് ജീവിത പങ്കാളിയെ നിയോഗിച്ചതാരാ? ദൈവം. അത് പറഞ്ഞേ, ദൈവം. യൗസേപ്പിതാവിന് ജീവിത പങ്കാളിയെ നിയോഗിച്ചതാരാ? തിരഞ്ഞെടുത്തതാരാ? ദൈവം. ആമേൻ, ഹല്ലേലൂയ. സ്വർഗം തന്നെയായിരുന്നു. അതിനകത്ത് ഇടക്കാരനാരായിരുന്നു? ഹെബ്രയർ ദൈവദൂതനായിരുന്നു. ഇതുപോലെ വിശ്വസിക്കണം. നെഞ്ചിൽ കൈവച്ച് എല്ലാ ദിവസവും പറയണം, എനിക്ക് വേണ്ടി സ്വർഗം തിരഞ്ഞെടുത്ത് തന്ന എൻ്റെ ഈ ജീവിത പങ്കാളിയെ ഒരു കാരണവശാലും ഞാൻ എന്ത് ചെയ്യല? വേദനിപ്പിക്കുകയല്ല. ആമേൻ, ഹല്ലേലൂയ. പറഞ്ഞേ, അല്ല, നെഞ്ചെ കൈവച്ചിട്ടൊന്ന് പറഞ്ഞേ, ദൈവം, സ്വർഗം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്ന എൻ്റെ ഈ ജീവിത പങ്കാളിയെ
ഒരു കാരണവശാലും ഞാൻ വേദനിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പൊ ജീവിത പങ്കാളിയെ വേദനിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ബോധ്യം എന്താണ്? ഇത് സ്വർഗം തന്നതാ. സ്വർഗം അങ്ങനെ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ തരുവോ? ഒരിക്കലും തരികയില്ല. ദൈവത്തിന് ഒരു തെറ്റ് പറ്റിയല്ല. ദൈവം വളരെ കറക്റ്റായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നമ്മളൊരു കാരണവശാലും യോസേപ്പിതാവും മാതാവും തമ്മിൽ എപ്പോഴെങ്കിലും പരസ്പരം കുറ്റപ്പെടുത്തുവോ വഴക്കുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ യോസേപ്പിതാവും മാതാവും ആകണം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈ ഒരൊറ്റ ബോധ്യം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ, ഏത് ബോധ്യം? സ്വർഗമാണ് എനിക്ക് വേണ്ടി ഈ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗം എപ്പോഴും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കൊച്ച് വേദനിക്കുന്നുണ്ടോ? എൻ്റെ കൊച്ച് സങ്കടപ്പെടുന്നുണ്ടോ? എൻ്റെ കൊച്ചിന് വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അല്ലേ? കാര്യം പെൺകൊച്ചിനെ കെട്ടിച്ചിങ്ങോട്ട് വിട്ടാലും അപ്പൻ്റെ അമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും എപ്പോഴും ഉള്ളത്? പെൺമക്കളുള്ള മാതാപിതാക്കളെന്ന് കൈപൊക്കിക്ക് എന്തായിരിക്കും? കല്യാണം കഴിച്ചങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നത്തെ ചിന്ത എന്തായിരിക്കും? എൻ്റെ ഈശോയെ, എൻ്റെ കൊച്ചിന് അവിടെ വല്ല വിഷമം ഉണ്ടാകുമോ? അല്ലേ? അമ്മായിയമ്മ പോരു കുത്തുവോ? അമ്മായിയപ്പൻ വല്ലതും പ്രയോഗിക്കുവോ? ഭർത്താവ് വല്ലതും ചെയ്യുവോ? എൻ്റെ കൊച്ചവിടെ സുരക്ഷിതമായിരിക്കുമോ? ഇതുപോലെയാ സ്വർഗത്തിൻ്റെ മകളെ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മകനെ നിങ്ങൾക്ക് ജീവിത പങ്കാളിയായി തന്നേച്ചിട്ട് സ്വർഗം ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുക. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയുടെ ആ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളെന്ന് പറയുമ്പോൾ അമ്മ സ്വർഗത്തിലേക്ക് പോയി, അല്ലേ? അതെ, അമ്മ സ്വർഗത്തിലേക്ക് പോയി. അപ്പം അമ്മ ആഗ്രഹിക്കുന്നത് എന്താ? ഒരമ്മ ആഗ്രഹിക്കുന്നത് എന്താ? അമ്മ സ്വർഗത്തിലേക്ക് പോയപ്പോൾ അമ്മ ആഗ്രഹിക്കുന്നത് എന്താ? അമ്മ ആയിരിക്കുന്നിടത്ത് മക്കളും ആയിരിക്കണം, അല്ലേ? ആണോ? ഇന്ന് നിങ്ങളുടെ മക്കൾ ജർമ്മനിയിലോ ആഫ്രിക്കയിലോ അമേരിക്കയിലോ ഇസ്രായേലിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം എന്താ? അത് ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി വിട്ടേക്കുന്നതാ. പക്ഷെ ഉള്ളിലെ ആഗ്രഹം എന്താ? അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ അമ്മയോട് നമ്മൾ ചോദിക്കുകയെന്ന് കൂട്ടിക്കോ, അമ്മ എന്താ ആഗ്രഹിക്കുന്നത്? മക്കളായ ഞങ്ങളിൽ നിന്ന് അമ്മ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അമ്മ പെട്ടെന്ന് തരുന്ന ഉത്തരം ഇത് തന്നെയായിരിക്കും: എൻ്റെ മക്കളെല്ലാം സ്വർഗത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ മക്കളെല്ലാം എൻ്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുവാണ്. ഈ സ്വർഗാരോപണ തിരുനാളിന് അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു വെല്ലുവിളി സ്വീകരിക്കുകയാണ്. അമ്മയെപ്പോലെ അമ്മയോടൊത്ത് സ്വർഗത്തിൽ ആകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ലോകത്തിൻ്റെതായ പല തിന്മകളും ഞാൻ ഉപേക്ഷിക്കണം. ആമേൻ, ഹല്ലേലൂയ. കേട്ടോ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ, ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്. മറിയത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ എന്താണ്? ദൈവപുത്രൻ്റെ അമ്മയാകാനുള്ള തിരഞ്ഞെടുപ്പ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മളെയും ഇതുപോലെ തിരഞ്ഞെടുത്തു. അതാണ് നമ്മൾ പങ്കുവെച്ചത്. രണ്ടാമത്തെ എന്താണെന്നറിയോ? 2 തവണ വളരെ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൊടുത്തു. ഏതാണ് ഈ 2 തവണ? 2 തവണ. ഒന്ന്, ദൈവത്തിൻ്റെ ജനനസമയത്ത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ സ്വർഗം തന്നെ അവർക്ക് ഉത്തരം കൊടുക്കുവാണ്: പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു അഭിഷേകം കൊടുത്ത സമയമാണ്. പിന്നെ എപ്പോഴാ? പന്തക്കൊസ്താ ദിനത്തിൽ ഈ അപ്പസ്തോലന്മാരും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഒരു പുതിയ പന്തക്കൊസ്താ അനുഭവം ആർക്ക് കിട്ടി? പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടി. അതാണ് രണ്ടാമത്തേത്. ഇത് നമുക്കും കിട്ടിയില്ലേ? കിട്ടിയോ? നമുക്കും കിട്ടിയോ? കിട്ടി. എപ്പോഴാ? ചിലർക്ക് കിട്ടാത്ത പോലെ ഇരിക്കുന്നത്. മാമോദിസായിലാണ് നമുക്ക് കിട്ടിയത്. പിന്നെ തുടർന്ന് വരുന്ന ഓരോ കുദാശകളുടെ സ്വീകരണത്തിലൂടെയും അത് നമ്മളിൽ ഫിൽ ചെയ്യുമായിരുന്നു. ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ വീണ്ടും വീണ്ടും ദൈവം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്നാമത്തെ എന്താണെന്നറിയാവോ? ദൈവം അവളെ കൃപാപൂർണയാക്കി. ഹെബ്രയൽ ദൈവദൂതൻ വിളിക്കുന്നത് എങ്ങനെയാ? ദൈവകൃപ നിറഞ്ഞവളേ, ദൈവകൃപ നിറഞ്ഞവളെ. അതാണ് ദൈവം അവളെ കൃപാപൂർണയാക്കി. ദൈവം സകല കൃപകളുടെയും വിളനിലമാക്കി അവളെ മാറ്റി ഉയർത്തി. ആമേൻ, ഹല്ലേലൂയ. നമുക്കും മനസ്സുണ്ടെങ്കിൽ അതുപോലെയാകാം. ഈ കൃപകളോട് സഹകരിക്കുന്നവർക്ക് ദൈവം കൃപ കൊടുക്കും. പന്നികളുടെ മുമ്പിൽ മുത്തു വിതറരുതെന്ന് പറയലേ, ഇതുപോലെ ഈ കൃപയുടെ വിലയറിയാവുന്നവർക്ക്, പ്രിയപ്പെട്ടവരെ, ഈ കൃപ ദൈവം കൊടുക്കും. ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ
നിൽക്കാനുള്ള, യോസേപ്പിതാവിനെ പോലെ നിൽക്കാനുള്ള, പരിശുദ്ധ അമ്മയെ പോലെ നിൽക്കാനുള്ള ഒരമ്മയാകാനുള്ള, പരിശുദ്ധ അമ്മയെ പോലെ ഒരു അമ്മയാകാനുള്ള, യോസേപ്പിതാവിനെ പോലുള്ള ഒരു ഭർത്താവാകാനുള്ള കൃപ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ദൈവപുത്രൻ്റെ രക്ഷാകര വേലയിൽ ഏറ്റവും അധികം സഹകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഈ നാല് കാരണങ്ങളാണ് ബൈബിളിൽ ശക്തനായവൻ എന്നിൽ ചെയ്ത ശക്തമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. അതുകൊണ്ട് തലമുറകൾ തോറും മറിയത്തെ എങ്ങനെ വിളിച്ചു? ഭാഗ്യവതി. തലമുറകൾ തോറും മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിച്ചു. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരീരങ്ങളുടെ പുനരുത്ഥാനം ലോക അവസാനം സംഭവിക്കുമെന്നാണ് നമ്മൾ പഠിക്കുന്നതും വിശ്വസിക്കുന്നതും ഒക്കെ, അല്ലേ? ലോക അവസാനം. ഇന്നിപ്പം നമുക്ക് ഭൗതികമായ ശരീരമുണ്ട്, പക്ഷെ നമ്മൾ മരണത്തിലൂടെ ഈ ഭൗതിക ശരീരം വിട്ട് നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് പോകുന്നു. പക്ഷേ അവസാന വിധി ദിവസത്തിൽ, അവസാന വിധി നാളിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിന് രൂപാന്തരീകരണം സംഭവിച്ച് ആത്മീയ ശരീരമായി മാറുകയും ഈ ആത്മീയ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവ് എത്തിച്ചേരുകയും ചെയ്യുന്നു, അല്ലേ? അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം, ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? ചെല്ലുന്നതിൻ്റെ കാരണം എന്താണ്? അതായത് ഏതൊരു മനുഷ്യനും മരണശേഷം ലഭിക്കാൻ പോകുന്ന ഒരവസ്ഥയാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും ലഭിക്കാൻ പോകുന്ന സ്വർഗീയ അനുഭവത്തെക്കുറിച്ചാണ് മാതാവിൻ്റെ സ്വർഗാരോപണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മറിയം അനുഭവിച്ച നൊമ്പരങ്ങളെയെല്ലാം, സങ്കടങ്ങളെയെല്ലാം, ദുഃഖങ്ങളെയെല്ലാം സ്വർഗം വാഴ്ത്തി ആശീർവദിച്ചതാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ രക്ഷാകര വേലയിൽ ഒരുപാട് സഹനങ്ങളെ, വേദനകളെ, നൊമ്പരങ്ങളെ നെഞ്ചോട് ചേർത്ത് ഈ ഭൂമിയിൽ ജീവിച്ച അമ്മയ്ക്ക് സ്വർഗം കൊടുത്ത ഏറ്റവും വലിയ ആ സഹനങ്ങളുടെ മുഴുവനും വാഴ്ത്തലാണ്, അനുഗ്രഹിക്കലാണ് അമ്മയ്ക്ക് കിട്ടിയ സ്വർഗാരോപണം. ആമേൻ. ഹല്ലേലൂയ. അപ്പം നമുക്കും ഇതുപോലെ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സകല സങ്കടങ്ങളും, വേദനകളും, നൊമ്പരങ്ങളും ദൈവം വാഴ്ത്തി, ദൈവം ആശീർവദിച്ച് നമുക്ക് തരുന്ന അനുഗ്രഹമാണ് നമ്മുടെ സ്വർഗാരോപണം. ആമേൻ. ഹല്ലേലൂയ. പറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 12-ാം പീസ് മാർപ്പാപ്പയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം 1950 നവംബർ 1-ാം തീയതി വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത് 1-ാം നൂറ്റാണ്ടുകളിൽ തന്നെ ഇത് അനേകം വിശ്വാസികൾ ഇത് വിശ്വസിച്ചിരുന്നു, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച്. പക്ഷെ സ്വർഗാരോപണ തിരുനാളെന്ന് പറഞ്ഞൊരു തിരുനാളില്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു? ഉറക്കത്തിൻ്റെ തിരുനാൾ, ഗാഠനിദ്രയുടെ തിരുനാളെന്നൊക്കെയാണ് ആ കാലഘട്ടങ്ങളിൽ അത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് 10-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ഉറക്കത്തിൻ്റെ തിരുനാളിനെ സഭ എന്തെന്ന് വിളിച്ചു? സ്വർഗാരോപണ തിരുനാളെന്ന് വിളിച്ച് ഈ തിരുനാൾ വളരെ മനോഹരമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗം ഒരു സ്ഥലമല്ല, പിന്നെയോ അതൊരു അവസ്ഥയാണ്. അപ്പം ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദൈവം, പരിശുദ്ധ അമ്മയെ ഒരിക്കൽ നമ്മുടെ പാമ്പളാനി പിതാവിൻ്റെ ഒരു പ്രസംഗത്തിൽ പാമ്പളാനി പിതാവ് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു: മറിയം സ്വർഗമാണെന്ന്. ഹല്ലേലൂയ. മറിയം സ്വർഗമാണെന്ന് പിതാവിൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. അതെന്താണ്? അപ്പം തന്നെ പിതാവ് അതിന് എക്സ്പ്ലനേഷൻ പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗം എന്ന് പറയുന്നത് ദൈവം എവിടെയുണ്ടോ അവിടെയാണ് സ്വർഗം. അപ്പോൾ ഈ ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വന്ന് വസിച്ചത് ആരില്ല? മറിയത്തില. അതുകൊണ്ട് മറിയത്തെ സ്വർഗമെന്ന് വിളിക്കാം, വിശേഷിപ്പിക്കാം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം വസിക്കുന്ന എല്ലാ മനുഷ്യരെയും അങ്ങനെയാണെങ്കിൽ എന്തെന്ന് വിളിക്കാം? സ്വർഗം. മറിയം ഈ ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കുകയായിരുന്നു, സ്വർഗം കൊണ്ടുവരികയായിരുന്നു. പുത്രനെ കൊണ്ടുവന്നപ്പോൾ, ദൈവപുത്രനെ കൊണ്ടുവന്നപ്പോൾ മറിയം എന്താ കൊണ്ടുവന്നത്? സ്വർഗം. ആമേൻ. ഹല്ലേലൂയ. അപ്പം ശ്രദ്ധിച്ചേ, ഈ ഓഗസ്റ്റ് 15 2026 നമ്മുടെ ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിത്തുടങ്ങണം. അങ്ങനെ ഒരുങ്ങിത്തുടങ്ങുമ്പോൾ നമ്മൾ ഒരു കൃപ ചോദിക്കണം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് പെട്ടെന്ന്
അറിയില്ലായിരുന്നു. 3 കാര്യങ്ങൾ മോളെ നീ ചോദിച്ചു നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പം ഞാൻ അങ്ങനെ ഒരുങ്ങിയിട്ടില്ലായിരുന്നുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ അമ്മ തന്നെ സഹായിച്ചു പറയേണ്ട കാര്യങ്ങളൊക്കെ. ഇതുപോലെ നമ്മൾ ചോദിക്കുക, ഈ പ്രാവശ്യം മാതാവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചോ, സ്വർഗത്തിലാ, നിൻ്റെ അമ്മ സ്വർഗത്തിലാ, തരാം. നിൻ്റെ അമ്മ സ്വർഗത്തിലാ, എല്ലാം തരാം. ഒരു കുഞ്ഞിൻ്റെ കണ്ണുനീര് കാണുന്നത്, സങ്കടം അറിയുന്നത്, മുഖം മാറിയാൽ അറിയുന്നത്, മുഖത്തൊരു സങ്കടം വന്നാൽ അത് ആദ്യം മനസ്സിലാക്കുന്നത് ആരാ? അമ്മയാ, അല്ലേ? ആണോ? അപ്പനേക്കാളും മുൻപ് അമ്മയ്ക്ക് ആ കുഞ്ഞിൻ്റെ നെഞ്ചിടിപ്പിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനുള്ളൊരു കൃപയുണ്ട്. മുഖം വാടിയാൽ അത് തിരിച്ചറിയാനുള്ളൊരു കൃപയുണ്ട്. കരഞ്ഞാൽ ആ കണ്ണുനീര് കാണാനുള്ളൊരു കൃപയുണ്ട്. ഇതുപോലെ നമ്മളൊക്കെ സങ്കടപ്പെടുന്നതും കരയുന്നതും വിഷമിക്കുന്നതും ഒക്കെ സ്വർഗത്തിലിരുന്ന് എൻ്റെ അമ്മ കാണുന്നുണ്ട്. അവർക്ക് വീഞ്ഞില്ല മോനെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചൊല്ലി നമ്മൾക്ക് വേണ്ടിയിട്ട് അമ്മ പറയുന്നുണ്ട്, മധ്യസ്ഥം പറയുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഈ അമ്മ നമ്മളോട് പറയും, മോനെ ഞാൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ, മോളെ ഞാൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഞാൻ ഭൂമിയെ സ്വർഗമാക്കുകയായിരുന്നു. എനിക്ക് നിന്നോടും പറയാനുള്ളതേ ഉള്ളൂ, നീ നിൻ്റെ ജീവിതം കൊണ്ട് നീ ഒരു സ്വർഗം പണിയണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കാനായിലെ കല്യാണ വിരുന്നിൽ ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ കണ്ണുനീരൊപ്പി അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ആ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടപ്പോൾ ആ കുടുംബത്തിൽ പരിശുദ്ധയമ്മ സ്വർഗം പണിയുകയായിരുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വർഗം പണിയാം, നമുക്ക് നമ്മുടെ അയൽവക്കത്ത് സ്വർഗം പണിയാം, നമുക്ക് നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ നമുക്ക് സ്വർഗം പണിയാം. സ്വർഗം പണിയുക, അതാണ് അമ്മ പറയുന്നത്. മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുമ്പോൾ, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുമ്പോൾ, പാവപ്പെട്ടവനെ സഹായിക്കുമ്പോൾ, ദരിദ്രന് വേണ്ടി കൈ നീട്ടുമ്പോൾ, നമ്മൾ ഏത് നന്മ ചെയ്യുമ്പോഴും ആ നന്മയിലൂടെ സ്വർഗം കടന്നു വരിക, സ്വർഗം സ്ഥാപിക്കപ്പെടുക. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ജീവിക്കുമ്പോൾ, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, എനിക്ക് അപ്പുറത്തൊരു ലോകമില്ലെന്ന് ചിന്തിക്കുമ്പോൾ, ആർക്കും വേണ്ടി ഒന്നും കൊടുക്കാനില്ലാത്തൊരു ജീവിതം നയിക്കുമ്പോൾ ഞാൻ സ്വർഗമല്ല പണിയുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്വർഗം സ്ഥാപിക്കാൻ, എൻ്റെ ഹൃദയത്തിൽ സ്വർഗം സ്ഥാപിക്കാൻ, എൻ്റെ കുടുംബത്തിൽ സ്വർഗം സ്ഥാപിക്കാൻ, മറ്റുള്ള കുടുംബങ്ങളിൽ സ്വർഗം പണിയാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക. ആമേൻ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ് ആമേൻ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗം എന്ന ഒരു വാക്ക്, 3 അക്ഷരം കൊണ്ടുള്ള വാക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം. അത് നമ്മുടെ സ്വപ്നമാണ്, അത് നമ്മുടെ ഒരേ ഒരു ആഗ്രഹമാണ്. നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരൊറ്റൊരാഗ്രഹമേ ഉള്ളൂ. അതെന്താണ്? അത് സ്വർഗമാണ് എൻ്റെ ആഗ്രഹം. അതാണ് സ്വർഗാരോപണ തിരുനാളിന്, പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരേ ഒരു ചിന്ത സ്വർഗം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം നേടിയെടുത്താലും, എന്തെല്ലാം പടുതുയർത്തിയാലും അതൊന്നും ശാശ്വതമല്ല, ആണോ? ഒന്നുമല്ല. ഈ ഭൂമിയിൽ എനിക്ക് സ്വർഗത്തിലേക്കുള്ളൊരു സ്വർഗം പണിയാൻ സാധിച്ചാൽ അത് ശാശ്വതമാണ്. ഹല്ലേലൂയ. എനിക്കുള്ള സ്വർഗം ഞാൻ പണിയുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈ ചെറിയ വലിയൊരുവിന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ആമേൻ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗമെന്ന ഒരു സ്വപ്നം നമ്മുടെ മനസ്സിലില്ലെങ്കിൽ ആ സ്വപ്നത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അത് എന്നും സ്വപ്നം കാണുന്ന ഒരു സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കൃപ ചോദിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഒരുങ്ങേണ്ട സമയം കഴിഞ്ഞു, ഇനിയുമുണ്ട് നമുക്ക് 2-3 ദിവസങ്ങളും കൂടെ. ഈ വർഷത്തെ നമ്മുടെ ഓഗസ്റ്റ് 15-ൻ്റെ വിശുദ്ധ കുർബാന അർപ്പണവും ദേവാലയത്തിൽ പോക്കും പ്രാർത്ഥനകളെല്ലാം നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യബോധത്തോടെ അമ്മയുടെ അടുത്തെത്തണം. അമ്മ എന്നെ കാത്തിരിക്കുന്നു. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അത് ഞാൻ ഈ ചോദിക്കുന്ന ഈ ഭൂമിയിലുള്ള ഒരു കാര്യവുമല്ല, അത് സ്വർഗമാണ്. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ, പാപത്തെയും പാപ സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ. അതിനുള്ള അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഇന്നത്തെ ആരാധനയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.